Hi, welcome to Lash Class. BA English New Literatures in ഇംഗ്ലീഷിലെ വെൻ ഓട്ടം കെയിം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. പാകിസ്ഥാനി പൊളിറ്റിക്കൽ പോയറ്റ് ഫായിസ് അഹമ്മദിൻ്റെ ചെറിയൊരു കവിതയാണ്. പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടത്തിനും ഏകാധിപത്യത്തിനുമെതിരെ സംസാരിക്കുകയും എഴുതുകയും ചെയ്തതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും നാട് കടത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള കവിയാണ് ഇദ്ദേഹം. അത്തരത്തിൽ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള സിംബോളിക്കായിട്ടുള്ള ഒരു ആവിഷ്കാരം എന്ന രീതിയിലാണ് ഈ കവിതയും നമ്മൾ കാണുന്നത്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ അനാലിസിസ് നോക്കാം. ദിസ് ഈസ് ദ വേ ദാറ്റ് ഓട്ടം കെയിം ടു ദ ട്രീസ്. ഈ രീതിയിലാണ് ശരത്കാലം ഈ മരങ്ങളിലേക്ക് വന്നത്. ഇറ്റ് സ്ട്രിപ്പ് ദം ഡൗൺ ടു ദ സ്കിൻ, ലെഫ്റ്റ് ദെയർ എബോണി ബോഡീസ് നേക്ഡ്. ഈ ശരത്കാലം വന്നപ്പോൾ ഈ മരങ്ങളെല്ലാം നഗ്നരാക്കപ്പെട്ടു. നമുക്കറിയാം, ശരത്കാലം എന്ന് പറയുന്നത് ഇല പൊഴിയുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ ഒരു കാലത്തിൻ്റെ വരവോട് കൂടിയിട്ട് ഈ മരങ്ങളെല്ലാം ഇല പൊഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ നഗ്നരായി നിൽക്കുകയാണ്. ഇവിടെ വരുന്ന സിംബോളിസം, ഈ ഓട്ടം എന്ന് പറയുന്നത്, ശരത്കാലം എന്ന് പറയുന്നത് അവിടെയുള്ള ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെ ഒരു സിംബലായിട്ടാണ് വരുന്നത്. അത്തരമൊരു ഭരണകൂടം വരുന്ന സമയത്ത് ആളുകൾക്ക് അവരുടെ അവകാശങ്ങളും ജീവിത സാഹചര്യങ്ങളുമെല്ലാം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു സിംബലായിട്ടാണ് ഈ മരങ്ങൾ, അതിൻ്റെ ഇലകളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇറ്റ് ഷുക്ക് ഔട്ട് ദെയർ ഹാർട്ട്സ് ആൻഡ് യെല്ലോ ലീവ്സ് സ്കാറ്റേഡ് ദം ഓവർ ദ ഗ്രൗണ്ട്. അപ്പോൾ ഈ ശരത്കാലം ഈ മരങ്ങളുടെ ഹൃദയമെല്ലാം പിടിച്ചു കുലുക്കി. അവർക്ക് വൈകാരികമായിട്ട് എത്രമാത്രം പ്രയാസങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൂടാതെ അതിൻ്റെ ഈ യെല്ലോ ലീവ്സ് എല്ലാം ഇങ്ങനെ പൊഴിച്ചു കളയുകയാണ് ആ ഒരു ശരത്കാലം അവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ജനങ്ങളുടെ അവകാശങ്ങളും ജീവിത സാഹചര്യങ്ങളുമെല്ലാം ഇല്ലാതാക്കപ്പെടുന്നതിൻ്റെ ഒരു സിംബലായിട്ടാണത് വരുന്നത്. Anyone could trample them out of shape, undisturbed by a single moan of protest. ഇനി ഈ പൊഴിഞ്ഞ ഇലകളെ ആർക്കു വേണമെങ്കിലും ചവിട്ടിമരിക്കാവുന്ന സാഹചര്യമാണുള്ളതെന്ന് പറയുന്നു. അതായത് ആ ജനങ്ങളുടെ ഒരു ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ നിസ്സഹായതയാണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. ഒരു പ്രതിഷേധ സ്വരം ഉയർത്താൻ പോലും കഴിയാത്ത രീതിയിലാണ് ആളുകൾ അവിടെ ഉള്ളതെന്നുള്ളത് ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നു. The birds that herald dreams were exiled from their song. ഇനി അവിടെ ഉണ്ടായിരുന്ന പക്ഷികൾ, ഹെറാൾഡ് ഡ്രീംസ്, സ്വപ്നങ്ങൾ പ്രഘോഷിക്കുന്ന പക്ഷികൾ, അവരെല്ലാം അവരുടെ പാട്ടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, നാട് കടത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെ സെൻസർഷിപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഭരണകൂടത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും സംസാരിക്കാനോ എഴുതാനോ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഈ പക്ഷികളുടെ പാട്ടുകളെല്ലാം എടുത്തു മാറ്റപ്പെട്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷികൾ എന്ന് പറയുന്നത് ആക്ടിവിസ്റ്റായിട്ടും അതുപോലെ ആർട്ടിസ്റ്റായിട്ടുമുള്ള ആളുകൾ അവരുടേതായ രീതിയിൽ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം സെൻസർഷിപ്പ് കൊണ്ട് അവിടെ ഇല്ലാതാക്കി എന്നിവിടെ പറയുന്നു. ഈച്ച് വോയിസ് ടോൺ ഔട്ട് ഓഫ് ഇറ്റ്സ് ത്രോട്ട്, they dropped into the dust even before the hunter strung his bow. അങ്ങനെ ഓരോ പാട്ടും അവരുടെ ഈ കണ്ടത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. കൂടാതെ they dropped into the dust, അവരെല്ലാം ഇങ്ങനെ മരിച്ചു വീഴുന്നതുപോലെ മണ്ണിലേക്ക് വീണിരിക്കുകയാണ്. ഈവൻ ബിഫോർ ദ ഹണ്ടർ സ്ട്രങ് ഹിസ് ബോ, ഈ വേട്ടക്കാരൻ അതിൻ്റെ അമ്പ് എയ്യുന്നതിന് മുമ്പ് ഈ പക്ഷികളെല്ലാം നിലം പതിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഈ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളോ ആയിട്ടുള്ള ആളുകളെ അവർ കൊലപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരുടെ ശബ്ദത്തെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് സെൻസർഷിപ്പിലൂടെ. അതാണ് ഈ അമ്പുകൾ എയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പക്ഷികളെല്ലാം നിലം പതിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓ ഗോഡ് ഓഫ് മെയ്, ഹാവ് മേഴ്സി, ബ്ലെസ് ദീസ് വിതേർഡ് ബോഡീസ് വിത്ത് എ പാഷൻ ഓഫ് യുവർ റീസറക്ഷൻ, make their dead veins flow with blood again. ഇനി പോയത്തിൻ്റെ അവസാനം നമുക്കൊരു പ്രാർത്ഥനയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഗോഡ് ഓഫ് മെയ്, സ്പ്രിങ് അല്ലെങ്കിൽ വസന്തത്തിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവരോട് ദയവുണ്ടാകുവാനും. ദീസ് വിതേർഡ് ബോഡീസ്, ഇങ്ങനെ തകർന്നു കിടക്കുന്ന ഈ ശരീരങ്ങൾ, ഈ വൃക്ഷങ്ങൾ അവിടുത്തെ ആളുകളുടെ ഒരു ജീവിതാവസ്ഥയുടെ സിമ്പലാണ്.
അവിടേക്ക് ഒരു റീസറക്ഷൻ കൊണ്ടുവരാൻ, ഒരു പുനരുജ്ജീവനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അവരുടെ ഈ മരിച്ചു കിടക്കുന്ന ഈ ഞരമ്പുകളിൽ വീണ്ടും രക്തമൊഴുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും അവകാശങ്ങളുമെല്ലാം പുനർജനിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്നത്. ഗിവ് സം ട്രീ ദ ഗിഫ്റ്റ് ഓഫ് ഗ്രീൻ അഗെയിൻ, ലെറ്റ് വൺ ബേർഡ് സിംഗ്. ഇനി ഈ വൃക്ഷങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഓഫ് ഗ്രീൻ, അവയുടെ പച്ചപ്പ് തിരിച്ചു നൽകണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ലെറ്റ് വൺ ബേർഡ് സിംഗ്, ഒരു പക്ഷിയെയെങ്കിലും പാടാൻ അനുവദിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അതായത് തീർത്തും നിരാശാജനകമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയെങ്കിലും, ഒരു അടയാളമെങ്കിലും അവർക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. മെച്ചപ്പെട്ട ഒരു കാലം വരുമെന്നുള്ള ഒരു സിമ്പലായിട്ടാണ് ഒരു പക്ഷിയെങ്കിലും പാടാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഈ രീതിയിൽ ഒരു ഒപ്രസീവ് റെജീമിനെ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഭരണകൂടത്തെ ഈ ഓട്ടം അല്ലെങ്കിൽ ഈ ഇല പൊഴിയുന്ന ശരത്കാലവുമായിട്ട് പോയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഈ ഓട്ടം ഈ മരങ്ങളിലെ ഇലകളെല്ലാം പൊഴിച്ചു കളയുന്നത് പോലെ ആളുകളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളും അവിടെ ഇല്ലാതാവുകയാണെന്നാണ് പോയിട്ട് പറയുന്നത്. കൂടാതെ അവിടെയുള്ള പക്ഷികൾ ഈ ആക്ടിവിസ്റ്റുകളുടെയും അതുപോലെ ആർട്ടിസ്റ്റുകളുടെയും സിമ്പിളായിട്ടുള്ള ആളുകളെല്ലാം നിശബ്ദരാക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി പോയിട്ട് പറയുന്നു. എന്നിട്ട് ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ പോയം അവസാനിക്കുന്നത്. ഈ നഷ്ടപ്പെട്ടിട്ടുള്ള പച്ചപ്പ് തിരിച്ചു ലഭിക്കണം, ഒരു പക്ഷിയെയെങ്കിലും പാടാൻ അനുവദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ഫ്രേസ് ദ ബേർഡ്സ് ദാറ്റ് ഹെറാൾഡ് ഡ്രീംസ്? സ്വപ്നങ്ങൾ പ്രഘോഷിക്കുന്ന പക്ഷികൾ എന്നുള്ളതിൽ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫ്രേസ് ദ ബേർഡ്സ് ദാറ്റ് ഹെറാൾഡ് ഡ്രീംസ് ഈസ് എ മെറ്റഫോർ കമ്പയറിംഗ് ദ ബേർഡ്സ് സോങ് ടു ദി അനൗൺസ്മെന്റ് ഓഫ് ഡ്രീംസ്. അവിടെ ഒരു മെറ്റഫറാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ പക്ഷികളുടെ ഈ പാട്ടിനെ ഇവിടെ സ്വപ്നങ്ങളുടെ ഒരു സന്ദേശമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. വാട്ട് ഇസ് ദ പാഷൻ ഓഫ് യുവർ റീസറക്ഷൻ റിഫർ ടു ഇൻ ദ പോയം? ഇനി ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ വരുന്നതാണ് പാഷൻ ഓഫ് യുവർ റീസറക്ഷൻ എന്നുള്ളത്. അതെന്താണ് അർത്ഥമാക്കുന്നത്? ദ പാഷൻ ഓഫ് യുവർ റീസറക്ഷൻ റിഫേഴ്സ് ടു ദ ഹോപ്പ് ഓഫ് റിന്യൂവൽ ദാറ്റ് കംസ് വിത്ത് സ്പ്രിംഗ്, സിംബലൈസിംഗ് ദ റിജുവിനേഷൻ ഓഫ് ലൈഫ്. സ്പ്രിങ്ങിന്റെ അല്ലെങ്കിൽ വസന്തകാലത്തിന്റെ ആരംഭത്തോടു കൂടിയിട്ട് ഇവിടെ ഒരു റിന്യൂവൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നല്ലൊരു കാലം തിരിച്ചു വരും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷയാണ് ആ ഒരു വരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി എക്സ്പ്രഷൻ ദ ബേർഡ്സ് ദാറ്റ് ഹെറാൾഡ് ഡ്രീംസ്? ഇനി ഈ ബേർഡ്സിന്റെ എക്സ്പ്രഷന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. The expression the birds that herald dreams refers to the artist and the activist who express their ideas. അവിടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയും ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആർട്ടിസ്റ്റുകളുടെയും ആക്ടിവിസ്റ്റുകളുടെയും ശബ്ദത്തെയാണ് ഈ ബേർഡ്സ് ദാറ്റ് ഹെറാൾഡ് ഡ്രീംസ് എന്ന ഒരു എക്സ്പ്രഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സ്പ്ലെയിൻ ലെറ്റ് വൺ ബേർഡ് സിംഗ്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലുള്ളതാണ് ഒരു പക്ഷിയെങ്കിലും പാടാൻ അനുവദിക്കണമെന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലെറ്റ് വൺ ബേർഡ് സിംഗ് ഇസ് എ പ്ലീ ഫോർ എ സിംഗിൾ സൈൻ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ് ടു എമേഴ്സ് ഫ്രം ദ ഡിസ്പെയർ. ഇവരുടെ ഈ ദുരിതം നിറഞ്ഞ സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയുടെ അടയാളം എങ്കിലും നൽകണം എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. നല്ലൊരു കാലം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയുടെ എന്തെങ്കിലും ഒരു അടയാളമെങ്കിലും അവർക്ക് ലഭിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ഒരു പക്ഷിയെയെങ്കിലും പാടാൻ അനുവദിക്കണം എന്നതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഇമേജസ് യൂസ് ടു റിവീൽ ദ ടെറർ ഓഫ് ടൈറനി ആൻഡ് ഒപ്രഷൻ. ഈ ഏകാധിപത്യത്തിന്റെ ടെറർ കാണിക്കുന്ന ഇമേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. Stripping bare, the act of autumn stripping them down to the skin and leaving ebony bodies naked, represents the ruthless exploitation and dehumanization of the oppressed. ഇവിടെ ഈ ഓട്ടമിൽ, ഈ ശരത്കാലത്ത് ഈ വൃക്ഷങ്ങളെല്ലാം ഇല പൊഴിക്കപ്പെട്ടുകൊണ്ട് നഗ്നരായി നിൽക്കുന്ന ഒരു ഇമേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഇമേജിൽ നമ്മൾ കാണുന്നത് ജനങ്ങൾ അവരുടെ അവകാശങ്ങളും അതുപോലെ അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം എടുത്തു മാറ്റപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഏകാധിപത്യത്തിന്റെ ടെറർ കാണാവുന്നതാണ്.
Fallen leaves. The yellow leaves scattered and trampled depict the vulnerability and powerlessness of the people under oppression. ഇനി ആ വീണ് കിടക്കുന്ന ഇലകൾ ആർക്കും ചവിട്ടി മെതിക്കാവുന്ന തരത്തിലാണ് എന്നുകൂടി പോയിട്ട് പറയുന്നുണ്ട്. ആ ഒരു ഇമേജിൽ നമുക്ക് ലഭിക്കുന്നത് അവരുടെ ഒരു ഹെൽപ്ലെസ്നെസ് ആണ്, അതായത് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളത് ആ ഒരു ഏകാധിപത്യത്തിന്റെ ഭീകരത കാണിക്കുന്ന ചിത്രമാണ്. സൈലൻസ്ഡ് ബേർഡ്സ്. The birds losing their song and falling even before the hunter strung his bow symbolizes the stifling hope and freedom of expression. അപ്പോൾ ഈ ബേർഡ്സ് സൈലൻസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സെൻസർഷിപ്പിന്റെ ഒരു സിമ്പലാണ് നമ്മൾ പറയുകയുണ്ടായി. അതായത് അമ്പ ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവര് നിലത്ത് വീഴുന്ന സാഹചര്യമാണുള്ളത്. അവരുടെ ശബ്ദം, പാട്ടുകളെല്ലാം എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു സെൻസർഷിപ്പിന്റെ ഇമേജ് ആണ് ലഭിക്കുന്നത്. അതും ഏകാധിപത്യത്തിന്റെ ഭീകരതയുമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ്. പൊളിറ്റിക്കൽ റെഫറൻസസ് ആൻഡ് ക്രിട്ടിക് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ്. നേരത്തെ ചോദ്യവുമായിട്ട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. എക്സ്പ്ലോയിറ്റ്സ് ആൻഡ് ഡീഹ്യൂമനൈസസ്. Similar to a harsh autumn stripping trees, a dictatorship can exploit its people for resources, leaving them with nothing. ഇവിടെ ഈ പോയതിനകത്ത് പൊളിറ്റിക്കൽ റെഫറൻസസ് വരുന്നത് ഈ സിംബോളിസത്തിലൂടെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ഒന്ന്, ഈ മരങ്ങളുടെ ഇലകൾ പൊഴിക്കപ്പെടുന്നതിന്റെ സിംബോളിസം വരുന്നത് ആളുകളുടെ അവകാശങ്ങളും ജീവിത സാഹചര്യങ്ങളും എല്ലാം എടുത്തു മാറ്റപ്പെടുന്നതാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അത് പൊളിറ്റിക്കൽ റെഫറൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. Silence's dissent. The poem reflects how a dictatorship might silence opposition and hopeful voices, just as the birds are silenced. മറ്റൊന്ന്, ഈ പക്ഷികൾ നിശബ്ദരാക്കപ്പെട്ടതിൻ്റെ ഒരു ഇമേജാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഡിക്റ്റേറ്റർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം. എതിർ സ്വരങ്ങളെ ഒന്നും അവർ അംഗീകരിക്കുകയില്ല. ആ രീതിയിൽ അതൊരു പൊളിറ്റിക്കൽ റെഫറൻസ് ആണ് എന്ന് നമുക്ക് പറയാം. Offers no escape. The fallen leaves easily trample depict the powerlessness of the people to resist. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും ചവിട്ടി മെതിക്കാവുന്ന ഇലകൾ എന്നുള്ളത് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതും ഒരു പൊളിറ്റിക്കൽ റെഫറൻസ് ആണ്. Plea for help. The call for green trees and singing birds signifies a longing for life, hope and freedom in the face of oppression. ഇനി ഈ കവിതയുടെ അവസാനത്തിൽ വരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ വൃക്ഷങ്ങളിലേക്ക് പച്ചപ്പ് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇവർക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള സ്വാതന്ത്ര്യവും ജീവിത സാഹചര്യങ്ങളും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കാണുന്നത്. അതും ഒരു പൊളിറ്റിക്കൽ റെഫറൻസ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആ രീതിയിൽ ഈ പോയം ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ ക്രിട്ടിക്കാണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. വെൻ ഓട്ടം കെയിം ആസ് എ പോസ്റ്റ് കൊളോണിയൽ പോയം. ഒരു പൊളിറ്റിക്കൽ പോയം എന്നതിലുപരിയായിട്ട് ഒരു പോസ്റ്റ് കൊളോണിയൽ പോയമായിട്ടും നമുക്കിത് കാണാവുന്നതാണ്. അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പവർ ഡൈനാമിക്സ്. ദ പോയം റിഫ്ലെക്ട്സ് ദ പവർ ഇംബാലൻസ് എക്സ്പീരിയൻസ്ഡ് ബൈ കൊളോണൈസ്ഡ് പീപ്പിൾ. ഒരു കൊളോണിയൽ സമൂഹത്തിനകത്ത് ഈ ആളുകൾ നേരിടുന്ന പവർ ഇംബാലൻസിനെ കുറിച്ചിട്ടുള്ള സിംബൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. ദ ഓട്ടം ക്യാൻ ബി സീൻ ആസ് എ മെറ്റഫർ ഫോർ ദ കൊളനൈസർ സ്ട്രിപ്പിംഗ് അവേ ദ റിസോഴ്സസ് ആൻഡ് വോയിസ് ഓഫ് ദ കൊളനൈസ്ഡ്. നമ്മൾ നേരത്തെ ഒരു ഏകാധിപതി എന്നുള്ള രീതിയിൽ ഈ ഓട്ടം അല്ലെങ്കിൽ ശരത്കാലത്തെ സിംബലൈസ് ചെയ്തതുപോലെ തന്നെ ഒരു കൊളനൈസർ എന്നുള്ള രീതിയിലും നമുക്ക് ആ സിംബോളിസം ഉപയോഗിക്കാവുന്നതാണ്. തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ റിസോഴ്സസും അതുപോലെ തന്നെ അവരുടെ ശബ്ദവും എല്ലാം ഇതുപോലെ എടുത്തു മാറ്റപ്പെടുന്നതിന്റെ സിംബലായിട്ട് നമുക്കത് കാണാവുന്നതാണ്. ലോസ് ഓഫ് ഐഡന്റിറ്റി. ദി ആക്ട് ഓഫ് ബീയിങ് സ്ട്രിപ്ഡ് ഡൗൺ ടു ദ സ്കിൻ ആൻഡ് ലെഫ്റ്റ് നേക്കഡ് can represent the loss of cultural identity and traditional ways of life imposed by colonization. മറ്റൊന്ന് ലോസ് ഓഫ് ഐഡന്റിറ്റി ആണ്. ഈ കൊളോണൈസേഷന്റെ ഭാഗമായിട്ട് അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റിയും ട്രഡീഷണൽ വേ ഓഫ് ലൈഫും നഷ്ടപ്പെടുന്നതിന്റെ സിംബലായിട്ട് ഈ ഇലകൾ പൊഴിച്ചു മാറ്റപ്പെടുന്നതിനെ നമുക്ക് കാണാവുന്നതാണ്. സൈലൻസ്ഡ് വോയിസസ്. The birds unable to sing symbolize the silencing of the colonized people's stories, traditions and resistance. മറ്റൊന്ന്, ഇവിടെ സെൻസർഷിപ്പിന്റെ സിമ്പിൾ തന്നെയാണ് വരുന്നത്. അതും ഈ ഏകാധിപത്യത്തെ പോലെ ഡിക്റ്റേറ്റർഷിപ്പിനെ പോലെ കൊളോണൈസേഷനകത്തും കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതും നമുക്കിവിടെ ഒരു പോസ്റ്റ് കൊളോണിയൽ തീമായിട്ട് കാണാവുന്നതാണ്. Yearning for renewal. The plea for one bird to sing and a return for green can be interpreted as a longing for decolonization and a chance to rebuild and reclaim their voice.
ഇനി നമ്മൾ നേരത്തെ ഈ ഡിക്റ്റേറ്റർഷിപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷയും ഒരു പ്രാർത്ഥനയുമാണ് ഈ പോയത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു പോസ്റ്റ് കൊളോണിയൽ പോയത്തിന്റെ തീംസ് ആയിട്ട് നമുക്ക് ഈ കവിതയ്ക്കകത്ത് കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.